സർഫസ് ഗേജ് എന്ന് പറഞ്ഞൊരു ഉപകരണമുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സ്ക്രൂ ഡ്രൈവർ എനിക്കിപ്പോൾ ഒരു സർഫസ് ഗേജാണ്. ഞാൻ എന്താണ് ഈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഡിസ്കിൻ്റെ ബെൻഡ് കണ്ടുപിടിക്കുകയാണ്. ഇതുണ്ടോ, ഇനി വണ്ടിയുടെ ഡിസ്ക് ബെൻഡ് ആകാനുള്ള കാര്യം കൂടെ പറഞ്ഞു തരാം കേട്ടോ. നമ്മളിപ്പോൾ ഡിസ്ക് ചെയ്യേണ്ട റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, പുതിയ ഡിസ്ക് ഇട്ടു. എന്താണ് ഈ ഡിസ്ക് ബെൻഡ് ആകാനുള്ള കാര്യം? ഈ കാലിപ്പർ സ്ലൈഡർ കണ്ടോ, അത് ഈ സംഭവത്തിൽ നിന്നുകൊണ്ട് കാലിപ്പർ അങ്ങോട്ടും ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതങ്ങോട്ട് സീസായിപ്പോയി. ഇതുകൊണ്ട് ഇത് അനങ്ങുന്നില്ല, ഇത് ഉറച്ചു പോയി സാധനം. അതിനകത്ത് ഇവിടെ അതങ്ങ് ഉറച്ചു പോയി ഇതിനകത്തെ പിന്ന്. ആ പിന്ന് സീസായതുകൊണ്ട് എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് എവിടെ ഇരിക്കുന്നു, ഈ കാലിപ്പർ അവിടെ തന്നെ ഇരിക്കും. ഈ കാലിപ്പർ വർക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യത്തില്ല. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രേക്ക് പാഡ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഇത് ഒരു ഭാഗത്തോടെ ഡിസ്കിനെ പിടിച്ച് തള്ളാൻ തുടങ്ങി. പിന്നീട് എന്നാന്ന് വെച്ചാൽ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഒരു വശത്തോടെ ഡിസ്കിനെ പിടിച്ച് വലിച്ചിട്ടാണ് ഡിസ്ക് ബെൻഡായി പോയത്. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് എപ്പോഴൊക്കെ നിങ്ങളുടെ കാലിപ്പർ അഴിക്കുന്നുണ്ടോ, അഴിച്ചിട്ട് തിരിച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പ് കാലിപ്പർ സ്ലൈഡർ കൃത്യമായിട്ട് മൂവ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ബ്രേക്ക് സർവീസ് എപ്പോൾ ചെയ്ത് കഴിഞ്ഞാലും ജനറൽ സർവീസിന് സമയത്ത് എല്ലാം വീൽ അഴിച്ചെടുക്കുമ്പോഴെല്ലാം ഈ സാധനം സ്ലൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. നമ്മളിപ്പോൾ വേണ്ട ഈ കാലിപ്പർ ഊരി എടുത്തിട്ടുണ്ട് സ്ലൈഡറിൽ. ഈ കാലിപ്പറിൻ്റെ ഈ സ്ലൈഡറിൻ്റെ പിന്നിൻ്റെ ഒരു അവസ്ഥ കണ്ടോ, ഇതിനാണ് കാലിപ്പർ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. ഇതിലാണ് സ്ലൈഡർ പിന്ന് വരുന്നത്. ഈ പിന്നിൻ്റെ അവസ്ഥ ഉണ്ട്, ഈ പിന്ന് തുരുമ്പ് കയറി നശിച്ചിരിക്കുക. അപ്പോൾ നമുക്കിനി ഇത് പഴയ തന്നെ ഇടണം. ഈ സാധനം മാത്രമായിട്ട് മേടിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നില്ല, ഞാൻ മുമ്പൊക്കെ അന്വേഷിച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്ക് എന്തായാലും വർക്ക് ചെയ്ത് തിരിച്ച് കയറ്റി ഇട്ടിട്ട് ഇതിനൊരു കണ്ടീഷൻ കാണിച്ചു തരാം. നമ്മൾ ആ പിന്നൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ട് നമ്മൾ ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിന് മൂവ്മെൻറ്റ് കണ്ടോണേ, ഇതുണ്ട്, ഈ മൂവ്മെൻറ്റ് കണ്ടോ, ഇതിങ്ങനെ ഇതേ കൂടെ മൂവ് ചെയ്യണം ഫ്രീ ആയിട്ട്. ഈ മൂവ്മെൻറ്റ് ഇല്ലാതെ വരുമ്പോഴാണ് നിങ്ങളുടെ ഡിസ്കിൽ ഒരുപാട് ഫോഴ്സ് വരെ ഡിസ്ക് ബെൻഡായി പോവുകയൊക്കെ ചെയ്യുന്നത്. പിടിച്ചേ